നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുക എന്നുള്ളത് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ, അതായത് കിഴക്കൻ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒരു സൂക്കേടാണ്. കാരണം അമിതമായ മതവിശ്വാസവും മതവിശ്വാസം തലയ്ക്ക് പിടിച്ച ഒരുവിധം ഒരു വിഭാഗം മനുഷ്യരാണ് ഈ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നത്. അവിടെയാണ് ഈ മതനിന്ദ ഒക്കെ പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുക, ആളുകളെ അടിച്ച് ശരിപ്പെടുത്തുക, അല്ലെങ്കിൽ കൈവെട്ടുക, ഈ പരിപാടിയൊക്കെ ഉള്ളത്. മറ്റു രാജ്യങ്ങളിൽ, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. മതങ്ങളെയോ ദൈവങ്ങളെയോ ഒക്കെ ആരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നോബഡി കേഴ്സ്. അതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു നിലപാട്. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ക്രൂശിത രൂപം, ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം എടുത്തിട്ട് അത് മൂത്രത്തിൻ്റെ അകത്ത് മൂത്രം നിറച്ച് ഒരു ജാറിലാക്കിയിട്ട് അത് ന്യൂയോർക്ക് സിറ്റിയിൽ ബ്രൂക്ലിൻ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു. അത് ഭയങ്കര കലയാണ് എന്നാണ് പറഞ്ഞത്. അതിലെന്താണ് കലയെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിനെ മാത്രമല്ല, ക്രിസ്തുവിനെ ഒരു ജാരസന്തതി എന്ന് കേരളത്തിൽ ഒരു ഉസ്താദ് വിശേഷിപ്പിക്കുന്നത് കണ്ടു. അയാൾക്കെതിരെ കേസൊക്കെ എടുത്തു എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ വന്നത് ഈ ക്രിസ്തുവിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല എന്ന് വേറൊരു ഉസ്താദ് പറയുന്നത് കേട്ടു. അദ്ദേഹത്തെ കൊള്ളില്ല, അനുകരിക്കാനുള്ള യാതൊരു കാര്യങ്ങളും അദ്ദേഹം ചെയ്തതായിട്ട് അറിയില്ല എന്ന്. ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ വികാരം കൊള്ളാനോ മതവികാരം മരണപ്പെട്ടു എന്ന് പറയാനോ ശ്രമിക്കുന്നതിന് ഒരർത്ഥവുമില്ല. ഇപ്പം ഈശോ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ പേരുപയോഗിച്ചതിന്. ആ സിനിമ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്തൊന്നുമില്ല. അത് ഈശോയും ഒരാളുടെ ഒരു പേരാണ് എന്ന് മാത്രമേ ഉള്ളൂ, അതിന് മറ്റൊന്നുമില്ല. അപ്പം ഇങ്ങനെ അകാരണമായിട്ട് ആളുകൾ രോഷം കൊള്ളുന്ന ഒരു സ്വഭാവം, അത് നമ്മുടെ ഈ മതം തലയ്ക്ക് പിടിച്ച രാജ്യങ്ങളിലാണ് ഈ കുഴപ്പമുള്ളത്. അതിൻ്റെ പേരിലാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ ആളുകളെ തലവെട്ടിക്കളയുന്നതും അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതും ഒക്കെ. ഈ പെൺകുട്ടികൾ, ഇപ്പം പൈലറ്റായിരുന്ന പെൺകുട്ടിയെ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് തലയെറിഞ്ഞ് തകർക്കുന്നത് ഒക്കെ നമ്മൾ ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം അതെന്തോ വലിയ കുറ്റം ചെയ്ത പോലെ കണക്കാക്കുന്ന ആളുകൾ. ഈ മതം യുക്തിബോധമില്ലാതെ, അല്ലെങ്കിൽ ആധുനിക കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാതെ ഈ പണ്ടങ്ങോ എഴുതി വെച്ച ആശയങ്ങൾ എല്ലാം അതേപടി പാലിക്കണമെന്നുള്ള തെറ്റായ ഒരു ധാരണ, അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ഇതൊക്കെ പറയാനുള്ള കാരണം, ഇപ്പം യേശുവിൻ്റെ മുടി മുറിക്കണമെന്ന് പറഞ്ഞ ഒരു ഇന്തോനേഷ്യയിലെ ഒരു യൂട്യൂബർ, അവർക്ക് 2 വർഷവും 10 മാസവും കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനു പുറമെ ഏതാണ്ട് $6200 പിഴയും കൊടുക്കണം. അപ്പോൾ അത് അവരെന്തോ ട്രാൻസ്ജെൻഡറാണ്, അപ്പം പെണ്ണിൻ്റെ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ആരോ അവരോട് പറഞ്ഞു, മുടി മുറിക്കണം, ഇവര് പുരുഷനാണ്. ഈ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മതരാഷ്ട്രങ്ങളിലൊന്നും അത്ര വില പോകുന്നൊരു കാര്യമല്ല. അപ്പോൾ അവർ പറഞ്ഞു, യേശുവിൻ്റെ ചിത്രം കാണിച്ചിട്ട് പറഞ്ഞു, യേശു മുടി മുറിക്കണം, ഇപ്പം പെണ്ണിനെ പോലെയാണ് നിൽക്കുന്നത്, മുടി മുറിച്ചാലേ ഒരു പുരുഷനെ പോലെ ആവുള്ളൂ എന്ന്. അപ്പോൾ ആ പറഞ്ഞത് വലിയ ബ്ലാഷ്ഫമി, മതനിന്ദയാണെന്ന് പറഞ്ഞ് 4 ക്രൈസ്തവ സംഘടനകൾ പരാതി കൊടുത്തു. അതിൻ്റെ പേരിലാണ് അവരെ ശിക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഈ മുടിയുടെ കാര്യം പറയുമ്പം ഞാൻ ഓർക്കുക, നമ്മുടെ മീശ മാധവൻ സിനിമയിൽ നമ്മുടെ ഹരിശ്രീ അശോകൻ കൃഷ്ണൻ്റെ വേഷം കെട്ടി നീലച്ചായമൊക്കെ അടിച്ച് കൃഷ്ണൻ്റെ വേഷം കെട്ടി ചെല്ലുമ്പം സുകുമാരി ചോദിക്കുന്നു, ഇങ്ങനെ ഏത് കൃഷ്ണനാടാ താടിയുള്ളത്? അപ്പോൾ പറയുന്നു, അശോകൻ പറയുന്ന മറുപടി ഉണ്ട്, താടി ഉണ്ടായിരുന്നു, അന്ന് ബാർബർ ഷോപ്പ് ഇല്ലായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ കാലത്തൊക്കെ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. മുടി മുറിച്ചിരുന്നോ മുറിക്കണോ, അക്കാലത്തെ സ്ഥിതി എന്തായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് ആരും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. മുടി മുറിക്കുമായിരുന്നോ മുറിക്കുകയില്ലായിരുന്നോ എന്നുള്ളതിനെപ്പറ്റി. എന്തായാലും മുടി മുറിച്ചാലും ഇല്ലെങ്കിലും അതൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു മതനിന്ദയോ ദൈവനിന്ദയോ ഉള്ളതായിട്ട് ഒട്ട് തോന്നുന്നുമില്ല. അതിലെന്താണ് കാര്യം? അഭിപ്രായം പറയുന്നു. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്, പറഞ്ഞോട്ടെ, അത് അയാളുടെ കാര്യം. അതുപോലെ തന്നെ ഈ ക്രൈസ്തവരൊക്കെ പലപ്പോഴും ഈ മതനിന്ദ ക്രിസ്തുവിനെ പറ്റിയോ ക്രിസ്തുവിൻ്റെ അമ്മയെപ്പറ്റി ഇപ്പം ക്രൈസ്തവരിൽ തന്നെ ചില വിഭാഗങ്ങളൊക്കെ എത്രയോ ആക്ഷേപകരമായി പറയാറുണ്ട്. ആരും മൈൻഡ് ചെയ്യാറില്ല. അവർ പറയുന്നത് ആ പറയുന്ന ആളുകൾക്കാണത്, അവരുടെ കാര്യമാണത്, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആ രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മതവിശ്വാസവും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളും അത് വ്യക്തിപരമായിട്ട് അല്ലാതെ നമ്മൾ കൂട്ടമായിട്ടോ ഞങ്ങളെ ആക്ഷേപിച്ചു, ഞങ്ങളുടെ സമൂഹത്തെ ആക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ എടുക്കുന്നത് ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല.